നമസ്കാരം. റാഫ് ടോക്കിൻ്റെ EPL ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റി ഒരു ബ്രൂട്ടൽ ക്ലീനപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാവിഞ്ഞോ ഇതാ ടോട്ടൻഹാം ഹോട്ട്സ്പറിലേക്ക് പോകുന്നു. ഒപ്പം ഒമർ മൊർമോഷിനെയും സ്വന്തമാക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ടോട്ടൻഹാം ഉള്ളത്. ടിയാനി റെയിൻഡേഴ്സ്, റോഡ്രി, ജെയിംസ് ട്രഫോർഡ്, മാനുവൽ അക്കാഞ്ചി, നഥാനേക്കെ, ബെർണാഡോ സിൽവ, ജോൺ സ്റ്റോൺസ്, ഈവൻ പെപ്പ് പോലും അവിടുന്ന് പോയി. സത്യം പറഞ്ഞാൽ ഒരു ബ്രൂട്ടൽ ക്ലീനപ്പ്. ഇനിയും ചിലർ പോയേക്കും എന്നുള്ള ചില സൂചനകളുണ്ട്. എൻസോ ഫെർണാണ്ടസിനെ പോലുള്ള ചില താരങ്ങളെ, അയൂബ് ബുവാദിയെ പോലുള്ള ചില താരങ്ങളെ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്തൊക്കെ നടത്തിയിട്ടുള്ള ആ ഒരു ക്ലീനപ്പ് എങ്ങനെയാണെന്ന്. സാവിഞ്ഞോ ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത്. വലിയ തുകക്കാണെന്നാണ് റിപ്പോർട്ട്. അതാ ഒരു ട്രാൻസ്ഫർ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. 90 ബില്യണിന് മുകളിലുള്ള ഒരു തുക വരും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. ടിയാനി റെയിൻഡേഴ്സ് എവിടേക്ക് പോയി? അൽ ഖാദിസിയയിലേക്കാണ് പോയത്. ഖാദിസിയ കൊടുത്തത് 61 ബില്യൺ യൂറോയാണെന്നാണ് കണക്ക്. റോഡ്രി ബാഴ്സലോണയിലേക്ക് പോയില്ലേ, 60 ബില്യൺ യൂറോ പ്ലസ് 15 ബില്യൺ യൂറോയുടെ വേരിയബിൾസ്. ജെയിംസ് ട്രഫോർഡ് ലീഡ്സ് യുണൈറ്റഡിലേക്ക് പോയത് 46.7 മില്യൺ യൂറോക്കാണ്. മാനുവൽ അക്കാഞ്ചി ഇൻ്ററിലേക്ക് പോയി 15 ബില്യൺ യൂറോക്ക്. നഥാനേക്കെ ഫെനർബാഷയിലേക്ക് പോയി 8.17 മില്യൺ യൂറോക്ക്. ബെർണാഡോ സിൽവ റയൽ മാഡ്രിഡിലേക്ക് പോയി, ഫ്രീ ഏജൻ്റായിട്ടാണ് പോയത്. ജോൺ സ്റ്റോൺസ് ഇൻ്റർ മിലാനിലേക്ക് ഫ്രീ ഏജൻ്റായിട്ടാണ് പോയത്. പെപ് ഗാർഡിയോള പിന്നെ കോൺട്രാക്റ്റൊക്കെ അവസാനിപ്പിച്ച് ടെർമിനേറ്റ് ചെയ്ത് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ളൊരു മാറ്റം ടീം നടത്തിയിട്ടുണ്ട്. ഇനി ചില താരങ്ങൾ ഇനിയും പോകാൻ സാധ്യത. നിക്കോ ഗോൺസാലസ്, ഒമർ മൊർമോഷൊക്കെ ദേ കുഡ് സ്റ്റിൽ ലീവ് എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. എന്തായാലും ഈ ഒരു ബ്രൂട്ടൽ ക്ലീനപ്പൊക്കെ നടത്തിയിട്ട് ഇനി ഇപ്പം എൻസോ ഫെർണാണ്ടസിനൊക്കെ എത്തിക്കുമെന്ന് കേൾക്കുന്നു. പക്ഷെ അതിലൊന്നും ഒരു ഫൈനൽ തീരുമാനത്തിലേക്കൊന്നും പോയിട്ടില്ല. സാവിഞ്ഞോക്ക് പകരം ബ്രസീലിൽ നിന്ന് അലനെ കൊണ്ടുവരും എന്നും കേൾക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. അപ്പോൾ ഏതായാലും ഈ ബ്രൂട്ടൽ ക്ലീനപ്പ് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കമ്മ്യൂണിറ്റി ഷീൽഡിൽ വമ്പൻ തിരിച്ചടി കിട്ടിയതാണ്. എൻസോ മരസ്കയ്ക്ക് പ്രീമിയർ ലീഗിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. എന്തായാലും സമീപകാലത്തൊന്നും ചെയ്യാത്ത വിധത്തിലുള്ള ഒരു വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്ലീനപ്പ് തന്നെ സിറ്റി നടത്തിയിരിക്കും. നമ്മളിപ്പോൾ ചെൽസിയിലെ ആടി സെയിൽ ഏതൊക്കെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള സെയിൽ ഇവിടെ നടന്നു കഴിഞ്ഞു സിറ്റിയിൽ. അതാണ് യാഥാർത്ഥ്യം. ഇത്തവണത്തെ പ്രീമിയർ ലീഗിന് അങ്ങനെ പല പ്രത്യേകതകളുമുണ്ട്. നിരവധി ടീമുകൾ വലിയ രൂപത്തിൽ ഉടച്ചു വാർത്തിട്ടുണ്ട്. പകുതിയിലധികം കോച്ചുമാർ ആദ്യമായിട്ട് ആ ടീമുകളെ ഏറ്റെടുത്തിട്ടുള്ളവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സീസണാണ് ഇന്ന് ആരംഭിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.